പ്രാർത്ഥനാ ധ്വനി എന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് മീഡിയയിലൂടെ ലൈവായി ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം ഇങ്ങനെ തന്ന വിലപ്പെട്ട അവസരത്തിന് ആയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രാർത്ഥനാ ധ്വനി ഇൻ്റർനാഷണൽ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ എന്ന വിലപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഹൃദയത്തിൻ്റെ ആഴത്ത് നിന്ന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇന്ന് തന്നിരിക്കുന്ന വിഷയം ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം എൻ്റെ മുന്നിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി എഫെസ്യ ലേഖനം 1-10 വാക്യം വായിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്ലാറ്റ്ഫോം ഇതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിത്തന്ന ഒരു വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളിൽ ലോകത്തിൽ സഭയിൽ ദൈവമക്കൾ വ്യാപരിക്കുന്ന ദൈവശക്തിയുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആയിട്ട് സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആയിത്തീരട്ടെ. അവിടെ നാമം മോത്തപ്പെടുത്തണം, അടിയും പ്രത്യേകം ബലപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ താഴ്മടി വീഴ്ച കേൾക്കണമേ. ജീവനുള്ള സ്വർഗീയ പരമപിതാവേ, ആമേൻ. സ്തോത്രം. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി 3 നിലകൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതായിട്ട് പഠിപ്പാൻ കഴിയും. 1, പ്രാർത്ഥനയാൽ ദൈവശക്തി നമ്മൾ വ്യാപരിപ്പാൻ കഴിയും. 2, പരിശുദ്ധാത്മാവിനാൽ ആ ശക്തി വ്യാപരിപ്പാൻ കഴിയും. 3, ദൈവവചനത്താൽ അതിലൂടെ വ്യാപരിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒന്നാമത്, ദൈവം നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടണം എന്ന്, എക്കാലവും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന് ഇഷ്ടം. അതിനാണ് മനുഷ്യന് ദൈവം കൽപ്പനകൾ കൊടുത്തത്. അതിനായിരുന്നു സ്വർഗമാണ് സർവ അനുഗ്രഹങ്ങളുടെയും കലവറ. അത് തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. ദൈവകരത്തെ ചലിപ്പിക്കുന്ന വൻ ശക്തിയാണ് പ്രാർത്ഥന. നമുക്കറിയാം, ഒരു മോട്ടോർ കാർ വാങ്ങുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിപ്പാൻ ഒരു താക്കോൽ കൊടുക്കാറുണ്ട്. ഈ താക്കോൽ ഉപയോഗിച്ച് അത് സ്റ്റാർട്ട് ചെയ്ത് അത് ഉപയോഗിച്ചില്ല എങ്കിൽ, ഉപയുക്തമാക്കി തീർത്തില്ല എങ്കിൽ വാഹനം ഉണ്ട് എന്ന് പറയുന്നതിൽ എന്ത് പ്രയോജനം? ആകയാൽ പ്രാർത്ഥനയാകുന്ന താക്കോൽ ഉപയോഗിച്ച് വൻ അനുഗ്രഹങ്ങളെ കലവറയായ ഈ സ്വർഗം അത് തുറന്ന് എല്ലാ അനുഗ്രഹങ്ങളും നാം അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യത ഉണ്ടോ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ഒരു ഭക്തൻ്റെ പ്രാർത്ഥന ജീവിതം, അതായത് ദൈവമായിട്ടുള്ള വാർത്താവിനിമയ ബന്ധം ആണ്. നാം ശ്വസിക്കുന്ന ശ്വാസം പോലെ നമുക്ക് ശ്വസിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിപ്പാൻ കഴിയുകയില്ല. അതുപോലെ ദൈവവുമായിട്ടുള്ള വാർത്താവിനിമയ ബന്ധം, കമ്മ്യൂണിക്കേഷൻ, അതാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് സിദ്ധിക്കുന്നത്. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ ആ ശക്തി ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ സാധിക്കുമോ അത്രയും, അതുപോലെ മനുഷ്യൻ പ്രാർത്ഥിക്കാതിരിപ്പാൻ, ദൈവമുള്ള ബന്ധം പുലർത്താതിരിപ്പാൻ പിശാച് സകല ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ നാം അനുദിനം ജയമെടുത്ത് ജൈവരായി
എല്ലാറ്റിലും വിജയം കൈവരിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശോഭിപ്പാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അതിനായി ദിവസങ്ങളിൽ അടുക്കാം. ഒരു ദൈവഭക്തൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതാക്കുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങളുണ്ട്. അമിത ഉറക്കം, പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക് പോകാതിരിക്കുന്നതിനെ ഉത്സാഹിക്കുക, അത് പ്രാർത്ഥനകൾ പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ വചനധ്യാനം ഇല്ലാതാക്കുക, ടെലിവിഷനുള്ള അമിത താല്പര്യം, ബിസിനസ്സിൽ വ്യാപൃതരാക്കുക, ഓട്ടയും ഡ്യൂട്ടി ചെയ്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യവും സമ്മർദ്ദവും സൃഷ്ടിക്കുക, കുടുംബകലം ഉണ്ടാക്കുക, മക്കളുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, നിസ്സാര വിഷയങ്ങളിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കുടുംബ പ്രാർത്ഥന മുടക്കുക, ജഡീയ സുഖങ്ങളിൽ വ്യാപൃതരാകുക, സ്പോർട്സ് മറ്റ് വ്യായാമങ്ങളിലും അഭിരുചി ചെലുത്തി സമയം നഷ്ടപ്പെടുത്തുക, ശാരീരികമായി ക്ഷീണത ഉണ്ടാക്കി ചെയ്യുക. ഇങ്ങനെ അനവധി പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കി പ്രാർത്ഥന ക്രമേണ സാത്താൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ നാം അതിനെ അതിജീവിച്ച് പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം ഗ്രഹിച്ച് മനസ്സിലാക്കി നാം എപ്പോഴും ദൈവമുള്ള ബന്ധത്തിലായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന വേർപെട്ട വിഭാഗങ്ങൾ പ്രാർത്ഥിക്കുന്ന വിധത്തിലല്ല അവരെ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു. അവർ പ്രാർത്ഥന നിരതരായിരിക്കാൻ ദൈവം അവരെ ഉപദേശിച്ചു. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവർ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധി അബലമായിരിക്കുന്നു. ആകയാൽ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ മനപ്പാടമാക്കിയ പ്രാർത്ഥന ആയിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നാം അറിയുന്നില്ലല്ലോ. റോമർ 8:26 നമ്മെ പഠിപ്പിക്കും. വിവിധ പ്രാർത്ഥന വിഷയങ്ങൾ നാം വിവരിക്കുമ്പോൾ ദൈവാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ നാം ആത്മാവിൽ ദൈവമുള്ള ബാന്ധവത്തിൽ പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്നതാണ്. ലൂക്കോസ് 23:34 പിതാവേ, ഇവർ അറിയാകയാൽ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നോക്കുക, ക്രൂശിൽ കിടന്നുകൊണ്ടും ഇത്രമാത്രം ഉപദ്രവിച്ച കള്ളനോടും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ആ പ്രാർത്ഥന മാതൃക എത്ര ശ്രേഷ്ഠം. നാം എല്ലാ മേഖലകളിലും ഏത് സാഹചര്യങ്ങളിലും പ്രാർത്ഥനയാൽ ദൈവമായിട്ട് ബാന്ധവം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശു അന്ത്യമായി ക്രൂശിൽ പറഞ്ഞത്, പിതാവേ, എൻ്റെ ആത്മത്തിൽ ഏൽപ്പിക്കുന്നു. പിതാവിനോട് പ്രാർത്ഥിച്ച അനുഭവത്തെ നാം കാണും. പ്രാർത്ഥിച്ച് ആത്മാവിനെ പിതാവിൽ ഏൽപ്പിച്ച ചിത്രം നാം കാണും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന പല 3 വിധത്തിൽ പ്രത്യേക സത്യമായി നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. അതിൽ ഒന്ന്, രാപ്പകൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന യേശുവിൻ്റെ മാതൃകയായിരുന്നു. യേശു പകൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രി മൊത്തം മലകളിൽ പോയി ലോകത്തിനു വേണ്ടി, ജനത്തിനു വേണ്ടി, സകല മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, മറുമലയിൽ യേശു ശിഷ്യന്മാരെ കൂട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നാം ഓർക്കുമല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തനിക്ക് വരുന്ന മാനവജാതിക്ക് വേണ്ടി പിടഞ്ഞു വലിക്കുന്ന യേശുവിൻ്റെ അന്തരീക്ഷം യേശു മനസ്സിലാക്കിയിട്ട്, അനുഭവിക്കാൻ പോകുന്ന വ്യഥ മനസ്സിലാക്കിയിട്ട്, സകല മനുഷ്യരുടെയും
പ്രശ്നത്തിന് വേണ്ടി, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്ന ആ മാത്രയിൽ യേശു വളരെ ക്ഷീണിച്ച അവസ്ഥയിലായി. കാരണം ഉള്ളം തകർന്ന അനുഭവത്തിൽ. അന്നേരം എന്ത് സംഭവിച്ചു? 2 പേർ, മോശയും ഏലിയാവും ഇറങ്ങി വന്ന് തന്നെ ധൈര്യപ്പെടുത്തുന്ന ആ ഭാഗം കാണുന്നില്ല. അന്നേരം പത്രോസും ശിഷ്യന്മാർ മാറി ഉറങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യം. യേശു അവിടെ ചില കാര്യം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തി. പത്രോസ് എണീറ്റ്, കർത്താവേ, ഞങ്ങൾ 3 കൊള്ളുണ്ടാക്കട്ടെ, ഒന്ന് എനക്കും മോശയ്ക്കും ഏലിയാവിനും. അപ്പോൾ പ്രാർത്ഥനയിൽ ദൈവമുള്ള ബാന്ധവും ദൈവം നമ്മെ ശക്തീകരിക്കുന്ന മാധ്യമമായി മാതൃകയായി കാണാൻ കഴിയും. ഏത് സമയത്തും ദൈവമായുള്ള ബന്ധത്തിൽ നമ്മുടെ ആവലാതികൾ നാം ദൈവത്തോട് പറഞ്ഞാൽ, ആ ബന്ധത്തിൽ, സൃഷ്ടിപ്പിൻ ബന്ധത്തിൽ നാം ആയിരുന്നാൽ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ദൈവം അതേ ബന്ധത്തിൽ നമ്മെ വന്ന് കൈതാങ്ങി, നമ്മെ സഹായിച്ച്, നമ്മെ രക്ഷിച്ച്, നമ്മെ പ്രോത്സാഹിപ്പിച്ച്, നമ്മെ വിടുവിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ ഈ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി. ഹിസ്കീയാ രാജാവ് തന്നെ മരണകരമായൊരു അസുഖം നേരിട്ട് മരിച്ചു പോകും എന്നുള്ള അന്തരീക്ഷമായി. പ്രവാചകനിലൂടെ ദൂത് അറിയിച്ചു, നീ മരിച്ചു പോകും, നിനക്ക് കാര്യം ക്രമത്തിലാക്കുക. എന്നാൽ സ്തോത്രം, അവൻ പെട്ടെന്ന് മുഖം ചൂടിന് നേരെ തിരിച്ച് പൊട്ടിക്കരഞ്ഞ് അവൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ചു, കർത്താവേ, ഇന്നിൻ്റെ കാര്യമായിക്കായി ഞാൻ ചെയ്തു, എനിക്ക് അല്പം കൂടെ ആയുസ് നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പ്രവാചകനെ പറഞ്ഞയച്ച് അവൻ്റെ ആയുസ്സിൽ എന്നോട് 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. നമുക്ക് ഏത് നിലയിലും ദൈവമുള്ള ബാന്ധവം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ട് അടുക്കുവാൻ, ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ, ദൈവമായിട്ട് വളരെ ബാന്ധവത്തിൽ, പുതുപുതു ബന്ധത്തിൽ ആയിത്തീരുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത് 2ാമത്തെ അനുഭവം. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി. 2, പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കുന്ന ദൈവശക്തി. യേശു താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞു, ബാക്കിയുള്ളെല്ലാം എടുത്ത് വിരിപ്പാനായിട്ട് തൽക്കാലം സമയമില്ലാതുകൊണ്ട് വേഗം പറഞ്ഞ് കാര്യങ്ങൾ വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, അതുകൊണ്ട് ഞാൻ പോകും. ആകെ നിങ്ങൾ കാത്തിരിക്കണം, യേശുവിനെ വാങ്ങിപ്പോൾ അത് കാത്തിരിക്കണം. എന്നോട് കേട്ട ആ വാഗ്ദത്തം ഞാൻ അയച്ചിരുന്നു. ആ വാഗ്ദത്തം നിങ്ങൾ ലഭിക്കുമ്പോൾ, ആ ശക്തിയിൽ വയ്ക്കുമ്പോൾ, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശാമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ലാസ്റ്റ് കൽപ്പനയും അതാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 12-19 വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരായിക്കൊള്ളു. ഞാൻ ഒരു ദിവസം എല്ലാ നാളും കൂടെയുണ്ട്. യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ലാസ്റ്റിലായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് അതാണ്. ഭൂലോകം മുഴുവനും, ലോകത്തിലെ സകല മനുഷ്യരും അവരുടെ കർത്താവിൻ്റെ മക്കളായി മാറണം, ദൈവമുള്ള ബാന്ധവത്തിലായി തീർണം, എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കണം. ആകയാൽ ഇത് പ്രാപിക്കണമെങ്കിൽ 2ാമത് നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. ആകയാൽ ഈ പരിശുദ്ധാത്മനെ നിങ്ങൾ പ്രാപിക്കണം. ദൈവത്തിന് വചനം വായിക്കുമ്പോൾ സൃഷ്ടിപ്പ് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ള വസ്തുത നമുക്ക് പഠിപ്പാൻ കഴിയും. പഠിപ്പത്തിൽ 39 പുസ്തകങ്ങളിലും ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം കാണാൻ കഴിയും. അപ്പോൾ തന്നെ അത് വന്നു പോയി കൊണ്ട് നിന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം പ്രവർത്തിക്കും.
പ്രവാചകന്മാരുടെ മേൽ ഒക്കെ ഈ ശക്തി കടന്നു വന്നിട്ട് അവളുടെ ദൗത്യം പൂർത്തീകരിച്ച് അതിന് ശേഷം ആ പരിശുദ്ധാത്മാവ് പോയതായിട്ട് കാണാൻ കഴിയും. വന്നും പോയി സ്ഥിരമുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ എന്നേക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇരുന്ന് നിങ്ങളെ നയിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവിക ത്രിത്വം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. നമുക്ക് 3 കാലഘട്ടം വേദത്തിൽ പഠിക്കാൻ കഴിയും. ഒന്ന് പിതാവിൻ്റെ കാലം, പഴയ നിയമം മൊത്തം ഉൽപ്പത്തി മലാഖിയിലുള്ള കാലഘട്ടം പിതാവിൻ്റെ കാലഘട്ടം. പിതാവായ ദൈവം ഡയറക്റ്റായി നേരിട്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടം. സ്തോത്രം. അന്നേരം പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഉണ്ട്. തത്വമാണ് എങ്കിലും മുൻതൂക്കം പിതാവിൻ്റെ ഇഷ്ടം, പിതാവ് നേരിട്ട് പ്രവർത്തിച്ച കാലഘട്ടം. എന്നാൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആ കാലഘട്ടം പുത്രൻ്റെ കാലഘട്ടം. യേശു ക്രിസ്തു ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് പൂർണ്ണമായി തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച ഒരു കാലഘട്ടം. അതാണ് പുത്രൻ്റെ കാലഘട്ടം. യേശു ജനിച്ച്, ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇത് വരെയുള്ള കാലഘട്ടമാണ് യേശു പുത്രൻ്റെ കാലഘട്ടം. എന്നാൽ യേശു പോകുന്നതിന് മുമ്പ് ഞാൻ പോയി കാര്യസ്ഥൻ പരിശുദ്ധാത്മ ഞാൻ അയക്കും എന്ന് പറഞ്ഞിട്ട് യേശു കടന്നുപോയി. യേശു കടന്നുപോയിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിനെ പരസ്യമായി പിടിച്ച്, പരസ്യമായി ഉപദ്രവിച്ച്, പരസ്യമായി ക്രൂശിച്ച് കൊന്ന അതേ ലോകത്ത് അവനെ അരിമത്തി ജോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. റോമൻ മുദ്ര മുദ്ര വച്ചു. യേശു ഉയർക്കുമെന്ന് പറഞ്ഞിരുന്നതിനാൽ യേശു ഉയർക്കാതിരിപ്പാൻ വൻ കാവൽ ഭടന്മാരെ അവിടെ കാവൽ നിർത്തി. യേശു ഉയർത്തു വന്നാൽ യേശുവിനെ വീണ്ടും അടിച്ചമർത്തി കൊന്ന് തകർക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരുന്നുവെങ്കിലും യേശു അവിടെ മുമ്പിൽ തന്നെ യേശു ആ പറഞ്ഞ സമയം 3-ന്റെ അന്ന് യേശു ഉയർത്ത് പരസ്യമായ ലോകത്ത് 40 ദിവസം സഞ്ചരിച്ച് 40-ന്റെ അന്ന് യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. അവർ കാത്തിരുന്നു. 10 ദിവസം അവർ കാത്തിരുന്നു. 10-ാം ദിവസം യേശു ഉയർത്ത് 50-ാം ദിവസം യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത 10-ാം ദിവസം ഈ പരിശുദ്ധാത്മാവ് സിയോൻ മാളിമുറിയിൽ ഇറങ്ങി വന്നു. അന്ന് മുതൽ ഇന്ന് വരെ, കർത്താവിൻ്റെ വരവ് വരെ, സഭയെ ചേർക്കുന്നവരെ ഈ കാലഘട്ടത്തിന് പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൽ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമര്യയിലും കൂടെ അടുത്തോളം എൻ്റെ സാക്ഷികൾ ആക്കും. ദൈവം സ്തോത്രം. പരിശുദ്ധാത്മാവ് അന്ന് വന്ന് ആ സമയത്ത് 120 പേർ ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പരിശുദ്ധാത്മാവിടെ മേൽ ഇറങ്ങി വന്നത്. അന്നേരം കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിന് മുഴക്കമുണ്ടായി. അവിടെ നിന്ന് വീട് മുഴുവനും നിറച്ചു. പെട്ടെന്ന് ആത്മാവ് ഉച്ചരിക്കാൻ നല്ലിയതുപോലെ അങ്കിയുള്ള നാവുകൾ പ്രത്യക്ഷമായതിൻ്റെ പിന്നിൽ അന്യഭാഷകൾ സംസാരിച്ച് അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന ആ ശബ്ദം. അപ്പുറത്ത് യഹൂദന്മാരുടെ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, അതിനുവേണ്ടി 18 രാജ്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ കടന്നു. അവർ കടന്നു വന്നപ്പോൾ ഇത് കണ്ട് അമ്പരന്നു, ഭ്രമിച്ചു. ഇതെന്ത്?
അവർക്ക് പുതുകുഞ്ഞൊടിച്ചിരിക്കുന്നു, ലഹരി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ആ അനുഭവം. എന്നാൽ പത്രോസ് എണീറ്റ് അവിടെ മുമ്പിൽ പരിശുദ്ധാത്മാവിനായി ഒറ്റ പ്രസംഗം. ആ പ്രസംഗത്തിൽ 3000 പേർ രക്ഷപ്പെട്ടു. 3000 പേർ. സ്തോത്രം. അടുത്ത് 5000 പേരായി എന്ന് വായിക്കുന്നു. നാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് ശേഷം, അവർ പ്രാപിച്ച ശേഷം അവർ തീക്കഷ്ണങ്ങളായി മാറി. നിങ്ങൾ മരക്കുറിച്ച് കുഴിച്ചു കൊന്നവനും എന്ന് പറഞ്ഞ് അവനെ ദൈവം മരിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ് അതിൽ ഞങ്ങൾ സാക്ഷികൾ എന്ന് പറഞ്ഞ് തൻ്റെ തീവ്രമായ ദൈവസ്നേഹത്തിൽ ആഴത്തിൽ അവിടെ ശുശ്രൂഷ കാണാനായിട്ട് കഴിയും. അങ്ങനെ അവരെ സ്തോത്രം സൂക്ഷിക്കുമ്പോൾ പ്രാപിച്ചതിന് ശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9 മണി നേരത്ത് പ്രാർത്ഥന സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മൃതനായ ഒരുത്തനെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവന് ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയായി സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവരോട് ഭിക്ഷ ചോദിച്ചു. പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കി കൊണ്ട് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. എങ്കിലും എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതി അവൻ അവരെ ഉറ്റുനോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അവനെ വലകൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ച് അവൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിച്ചു. വലിയൊരു അത്ഭുതം അവിടെ നടക്കപ്പെട്ടു. വൈദ്യശാസ്ത്രത്തിന് ഒന്നും കഴിയാതിരുന്ന ആ സാഹചര്യത്തിൽ അമ്മയുടെ ഉദരം മുതൽ തന്നെ മൃതനായി പിറന്ന ഭിക്ഷയയച്ച് ഇരിക്കുന്ന ഒരുത്തനെ ശരിക്കും പറഞ്ഞാൽ അവിടെ കൊണ്ടിരുത്തി അവിടെ കൊണ്ട് മറ്റൊരു മുതലെടുക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ പത്രോസും യോഹന്നാനും, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അതാണ് ഈ ശക്തി, അവർ പ്രാപിച്ച ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി. ആ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എഴുതി നടക്ക എന്ന് പറഞ്ഞത്. അവൻ ചാടി എണീറ്റ് അവൻ്റെ കാട് നരിയണിയെല്ലാം ഉറച്ച് ദൈവത്തെ മാതപ്പെടുത്തു. അടുത്ത 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, വലിയ പ്രശ്നമുണ്ടായി. അടുത്തും പിന്നെ 2-ാം അധ്യായം അങ്ങോട്ട് വലിയ പ്രശ്നമുണ്ടായി. ശക്തിയോടെ അവർ പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. സഭ ആദ്യം 3000 ആണെങ്കിലും 5000 ജനമെല്ലാം വിശ്വസിക്കാൻ തുടങ്ങി. പ്രതികൂലങ്ങൾ കൂടി. അവിടുത്തെ നാട്ടുപ്രമാണികളെല്ലാം യേശു അവർക്ക് എതിരായി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ പത്രോസിനെ പിടിച്ച് ജയിലിലാക്കാൻ അവർ ശ്രമിച്ചു, കരകത്തിലാക്കുവാൻ. അങ്ങനെ ഉള്ള പ്രത്യേക സാഹചര്യത്തിൽ 4-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 19-ാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. 4:31 വായിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവർ ഒരുമിച്ച് ശിഷ്യന്മാർ കൂടി ആ ദിവസം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് വായിക്കുന്നു. അപ്പുറത്തെ പ്രവൃത്തിയിലും അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ജയിലരുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് 16-ാം അധ്യായത്തിൽ കാരാഗ്രഹവാതിൽ താനേ തുറന്നു എന്നുള്ള ഭാഗം കാണുന്നു. നിശ്ചിതിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവസഭയുടെ ശക്തി കേന്ദ്രം പരിശുദ്ധാത്മാവാണ്.
ദൈവസഭയുടെ എല്ലാ അംഗങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയണം, ദൈവശക്തി സംഭരിക്കേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കും. 100 പ്രലോഭന ശക്തികളുടെ പ്രലോഭന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെല്ലാം ജയിച്ച് വിജയപ്രദമായ ഒരു നല്ല കൃഷി ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ ശക്തി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുകയോ ബൾബ് കത്തുകയോ ഫാൻ കറങ്ങുകയോ ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് ശക്തിയിലൂടെ ആ അനുഭവത്തിലൂടെ മാത്രമേ നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമാകുകയുള്ളൂ. നോക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ ഈ വ്യാപാര ശക്തി അപ്പോസ്തലർ 2:38 വായിക്കുമ്പോൾ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാകുകയാണ്. ദുരസന്മാരായ ഏവർക്കും വേണ്ടിയാണ് വാഗ്ദത്തം. സകലർക്കും വേണ്ടിയാണ് ഈ വാഗ്ദത്തം നിങ്ങൾ തന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ശക്തി പ്രാപിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മാവിലാത്തവൻ എനിക്കുള്ളവൻ അല്ല. സ്തോത്രം. നാം 4:31 വായിച്ചുള്ളൂ. അവർ കൂടിയിരുന്ന സ്ഥലം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി അവർ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മറ്റു പുറമേ വലിയ പ്രതികൂലം എല്ലാം അവരെ പിടിപ്പാൻ, ഉപദ്രവിപ്പാൻ, അടിപ്പാൻ, അവരെ ഉപദ്രവിപ്പാൻ തയ്യാറായി നിൽക്കുന്ന ആ സമയത്ത് അവർ അകത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കടന്നു വന്നു. അപ്പോസ്തലർ 12:4-9 വായിക്കുമ്പോൾ പത്രോസിനെ അവർ പിടിച്ച് ജയിലിലാക്കി. തന്നെ ജയിലിലാക്കി മാത്രമല്ല, അവൻ അടിച്ച് ഉപദ്രവിച്ച് വൻപിച്ച ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് ദേവക്ക് മുറിഞ്ഞ് തകർന്ന് വേദനപ്പെട്ട് അവനായിരിക്കും. 4 ചേവകർ, 4 സംഘം, 16 ചേവകർ അവനെ ഒരു തന്നെ സൂക്ഷിപ്പാൻ, പത്രോസ് ദൈവദാസനെ ദൈവഭക്തനെ ജയിലിൽ ചാടിപ്പോയിരിപ്പാൻ അവന് ദൈവത്തിൻ്റെ ദൂതൻ സംരക്ഷിക്കും എന്നുള്ള പേടി നിമിത്തം 4 ചേവകരെ ആക്കി. എന്നാൽ അർദ്ധരാത്രി ദൈവത്തിന് വലിയ അത്ഭുതം അവിടെ ഉണ്ടായി. സഭ സത്യവോട് പ്രാർത്ഥിക്കും. അപ്പോസ്തലർ പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് കാണാനായിട്ട് കഴിയും. അപ്പോസ്തലർ 12:4 മുതൽ 19 വരെ ഞാൻ വായിക്കുന്നില്ല. അവൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, സഭ സത്യയോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ദൂതൻ അവിടെ വന്ന് കാരാഗ്രഹത്തിൽ വന്ന് പെട്ടെന്ന് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വിലാപ്പുറത്ത് തട്ടി പത്രോസ് എണീക്ക. പത്രോസ് ഈ പ്രശ്നത്തിന് മുമ്പിലും ഈ 4 ചേവയുടെ മുമ്പിലും ഉറങ്ങുന്ന പത്രോസിനെ കാണാൻ കഴിയും. തന്റെ ഭക്തനോ സമാധാനത്തോടെ കിടന്ന ഉറങ്ങും. ഈ സാഹചര്യത്തിൽ ഉറങ്ങുന്ന പത്രോസ്. ഹല്ലേലൂയ. പെട്ടെന്ന് പത്രോസ് ചാടി എണീറ്റു. ദൂതൻ അവൻ്റെ ചങ്ങലെല്ലാം താനെ അഴിഞ്ഞു. അവൻ്റെ കെട്ട് എല്ലാം അഴിഞ്ഞു. അവൻ ചെരുപ്പിട്ട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കാനായിട്ട് പറഞ്ഞു. വസ്ത്രം പൊതിച്ച് എന്നോടൊപ്പം നടക്കാനായിട്ട് പറഞ്ഞു. ദൂതൻ മുമ്പേ, പത്രോസ് പിൻപേ. 3 വാതിൽ, ഇരുമ്പ് വാതിലും ഒക്കെ താനേ തുറന്നു. സ്തോത്രം. അടുത്ത് ഇങ്ങോട്ട് പട്ടണവാതിലും അത് താനേ തുറന്നു. പെട്ടെന്ന് പട്ടണവാതിൽ വന്ന് വാതിൽക്കൽ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുക. രോധ എന്നൊരു പെൺകുട്ടി പെട്ടെന്ന് പുറത്തു വന്ന് വാതിൽക്കൽ മുട്ടുന്ന പത്രോസ്. രോധ എന്ന പെൺകുട്ടി പുറത്തു വന്ന് നോക്കുന്നു. ഈ പത്രോസ് അറിഞ്ഞിട്ട് ചെന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചില്ല. നിനക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും പ്രിയയുടെ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ പറയും. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കുമാറാക്കുന്ന ശക്തിയാണ് പ്രാർത്ഥനയുടെ ശക്തി.
പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞുള്ള പ്രാർത്ഥന ശക്തി അത് അത്ഭുതമുള്ള ശക്തിയാണ്. അപ്പോസ്തലപ്രവൃത്തി 16 വായിക്കുമ്പോൾ 16 23-34 വായിക്കുമ്പോൾ പൗലോസിനെയും ശിലാസിനെയും പിടിച്ച് അവിടെ ഉപദ്രവിച്ച് അവിടെ അർത്ഥപ്രാണാക്കി ഈ ഒരു സാഹചര്യം വേദനയിൽ ഇങ്ങനെ അവനെ കിടക്കുമ്പോൾ അവർ ആമത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചുവൻ്റെ കിടത്തിട്ട് ആ കിടത്തയ്ക്കപ്പുറത്ത് കാല് എടുത്തിട്ട് ആ കാലിനെ കെട്ടി ചങ്ങല വേറെ കുറ്റിയെടുത്ത് ചങ്ങല അതിന് ബന്ധിക്കുന്നു, കയ്യും ബന്ധിക്കുന്നു. ഇങ്ങനെ അനങ്ങാൻ നിവൃത്തിയിലാണെന്ന ഈ ദൈവദാസന്മാർ അർദ്ധരാത്രിയായപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അർദ്ധരാത്രി ദൈവത്തെ സ്തുതിച്ചാൽ മാത്രമേ പെട്ടെന്ന് അവരെ കെട്ടെല്ലാം വഴി ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അറയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് വായിക്കും. കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇവിടെ കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ വരെ കുലുങ്ങി. പെട്ടെന്ന് ഒരു വെളിച്ചം പ്രകാശിച്ചു, ദൈവീയ വെളിച്ചം. പെട്ടെന്ന് പ്രൈസലോ ജയിൽ സൂപ്രണ്ട് അവൻ വിളിക്കുന്നു, കാരാഗ്രഹപ്രമാണി അവിടെ കൊണ്ടുവന്ന് ഇത് കണ്ട് അമ്പരം, അയ്യോ ചങ്ങലക്കെല്ലാം പൊയ്ക്കളഞ്ഞു എന്ന് ചിന്തിച്ചിട്ട് തെറ്റായ ചിന്ത അവിടെ 3 പദം വായിക്കുന്നു. ഊഹിച്ചു, ഊരിക്കൊല്ലുവാൻ ഭാവിച്ചു. പൊയ്ക്കളഞ്ഞു എന്ന് ചിന്തിച്ച് ഊഹിച്ച് വാളെടുത്ത് തന്നെ കൂട്ടി സ്വന്തമായിട്ട് ആത്മഹത്യ നടത്തി തീരുമാനിച്ചു. എന്നാൽ ഇവിടെ നിവാസങ്ങൾ വിളിക്കുന്നു, സ്തോത്രം, അയ്യോ നിനക്ക് ഒരു ദോഷവും ചെയ്യരുതേ എന്ന്. അന്നൊരു യജമാനന്മാരെ അതൊരു ജയിൽപ്പുള്ളി ആയി ചിത്രീകരിച്ച് ഇതെല്ലാം ഉപദ്രവിച്ചവർ അവരെ വിളിക്കുന്നു, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അപ്പം തന്നെ പറഞ്ഞു, കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നോക്കുക, വ്യാപരിക്കുന്ന ദൈവശക്തി, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായ വ്യാപലത്താൽ ഉണ്ടായ ദൈവശക്തി. സ്തോത്രം. അവൻ പെട്ടെന്ന് അവൻ യേശുവിനെ സ്വീകരിച്ചു, അവനെ സ്ഥാനപ്പെടുത്തി, അവൻ യേശുവിന് മോനായി മാറി. ഹല്ലേലൂയ. നേരത്തെ പത്രോസിന്റെ കാര്യം പറഞ്ഞത്, പത്രോസിനെ പിറ്റേ ദിവസം ഹേരോദ് രാജാവിന് മുമ്പേ ഹാജരാക്കി ജനകീയ കോടതികളിൽ വിസ്തരിപ്പാൻ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചിരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് തലേ രാത്രി ദൈവം അവനെ വിളിച്ചത്. പ്രാർത്ഥനയുടെ അത്യന്ത ശക്തി. നമുക്കും കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥന ശക്തിയിലൂടെ, ഈ ശക്തിയിലൂടെ നമുക്കും ഇത്തരത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ അനുഭവിക്കാൻ കഴിയും. ലൂക്കോസ് 8:48 വായിക്കുമ്പോൾ 8 വായിക്കുമ്പോൾ അവിടെ ഒരു രക്തസഭക്കാരി സ്ത്രീ യേശു വരുന്നതറിഞ്ഞു. ആത്മാവിൽ, സ്തോത്രം, ആത്മാവിൻ്റെ വ്യാപാര ശക്തി അവളത് ഗ്രഹിച്ചു. 12 നീണ്ട വർഷമായി രക്തസ്രാവം പിടിച്ച് വൈദ്യന്മാർക്കെല്ലാം നഷ്ടപ്പെട്ട് വേദനയിൽ പിടയുന്ന ആ സ്ത്രീ ഈ വാർത്ത, സന്തോഷത്തിൻ്റെ വാർത്ത, യേശു വരുന്നു എന്ന വാർത്ത കേട്ടിട്ട് യേശുവിനെ കാണണം, യേശുവിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് യേശുവിലേക്ക് പോകുന്നില്ലെങ്കിൽ കാണാൻ കഴിയും. ആൾക്കൂട്ടത്തിനിടയിലൂടെ ആ സ്ത്രീ യേശു വസ്തുവിൻ്റെ തൊങ്ങൽ തൊട്ടു. ആ സെക്കൻഡ് യേശുവിൻ്റെ ശക്തി വ്യാപരിച്ച് അവൾ സൗഖ്യം പ്രാപിച്ചു. അതായിട്ട് നമ്മെ പഠിക്കുന്നു. അനേക വാക്യങ്ങൾ ചിന്തിപ്പാണെങ്കിലും സ്തോത്രം ഇവിടെ തൽക്കാലം അത്രയും പറഞ്ഞ ആ ഭാഗം നടത്തുന്നു. 3ാമത് വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനം. എബ്രായർ 4:12 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി
ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാണ്. ഇത്രമാത്രം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ മാറ്റിമറിക്കുവാൻ, നമ്മുടെ ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. നാം ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ വചനം ഇത് ദൈവത്തെ എഴുതപ്പെട്ടതാണ്. സ്തോത്രം. പുറപ്പാട് 10-ാം അധ്യായം പഠിക്കുമ്പോൾ, 12-ാം വാക്യം പഠിക്കുമ്പോൾ സീനായി പർവ്വതത്തിൽ മോശയെ വിളിക്കുന്നു. മല മൊത്തം പ്രകാശം കൊണ്ട് ദൈവത്തിൻ്റെ ഷെക്കേനോട് നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം. സ്തോത്രം. എന്നാൽ ആ മലയിൽ മോശയെ വിളിക്കുന്നു. മോശ 40 രാവും 40 പോലും അവിടെ ആയിരുന്നു. അവിടെ വെച്ച് ദൈവം തൻ്റെ തിരുവിരൽ കൊണ്ട് എഴുതപ്പെട്ട പ്രമാണം മോശയുടെ അവിടെ വെച്ചാണ് ബൈബിൾ എഴുതി ആരംഭിക്കുന്നത്. ആ പ്രമാണം മോശയുടെ കൊടുക്കുന്നു. അങ്ങനെ ആ ബൈബിൾ, സ്തോത്രം, ആ മല മൊത്തം പ്രകാശിക്കുന്നത് കാണാൻ കഴിയും. സ്തോത്രം. അവിടുത്തെ 4-11 വായിക്കുമ്പോൾ അല്പടെ വെള്ളത്തിൽ അത് വിവരിച്ച് കാണാൻ കഴിയും. ആ പർവ്വതം അത് മൊത്തം ആകാശമൊത്തത്തോളം കാളിക്കുന്ന അനുഭവത്തിൽ അത് കാണും. അവിടെ വെച്ചാണ് ഈ പ്രമാണം നൽകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതുല്യമായ ശക്തിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആകെ പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ വ്യാപാര ശക്തി. അപ്പോൾ 3 കാര്യം ആണ് ചിന്തിച്ചത്. 1 പ്രാർത്ഥനയുടെ ശക്തി, 2 പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വ്യാപരിക്കുന്ന ശക്തി, 3 വചനത്താൽ വ്യാപരിക്കുന്ന ശക്തി. ഈ വ്യാപാര ശക്തിയാൽ പൂർണ്ണമായി യേശു നമ്മെ ഈ മർത്യജനങ്ങളെ ജീവിപ്പാൻ കഴിയുന്ന ഈ ശക്തി നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. എല്ലാവർക്കും ഈ ഇന്നത്തെ ദൂത് പ്രയോജനമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്ക് നിർത്തുന്നു. സ്തോത്രം. ഇന്നത്തെ ദൂത് എല്ലാം പ്രയോജനമായി തീരട്ടെ. ഇതിലൂടെ ദൈവം നമ്മെ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ, ദൈവവചനത്തിലൂടെ ഉള്ള വ്യാപാര ശക്തി, നമ്മൾ വ്യാപരിക്കുന്ന അതുല്യമായ ഈ ശക്തിയാൽ നമ്മെ നിറയ്ക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. എനിക്ക് സമയം ഒരുക്കിയ ബെൽസിൻ്റെ അനിൽ പ്രശ്നം നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വാചകം കൂടെ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥിപ്പാനായിട്ട് ചില വിഷയങ്ങൾ ഉണ്ട്. സ്തോത്രം. അത് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കൂടെ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 3 വിഷയങ്ങളാണ് ഞാൻ എഴുതിക്കുന്നത്. ബീഹാറിലെ ഹരിഹാർ സിറ്റിയിലെ TV ടവർ സെൻ്ററിലുള്ള ഒരു ചർച്ച നേരെയുണ്ടായ ആക്രമണത്തിൽ അവിടുത്തെ ദീപദാസനും അനേകർ വളരെ ഘട്ടത്തിൽ ആയിരിക്കുന്നു. വളരെ ദയനീയമായ അവസ്ഥയിലായിരിക്കും. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ ദൈവപ്രതി നടക്കുന്നതിനും ഈ പ്രിയപ്പെട്ടവർക്ക് പരിപൂർണ്ണ വിടുതൽ കൊടുത്ത് സഹായിക്കുന്നതിനും സുവിശേഷ വിധേയതകളെല്ലാം ദൈവസ്നേഹത്താൽ നിറച്ച് യേശു മക്കളായി തീരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. 2, കരുവാറ്റ കൂടാരത്തിൽ വീട്ടിൽ ജോജുറ്റി ജേക്കബ് എന്ന ദേവദാസൻ എന്ന വിധി 2 കിഡ്നികളും ചുരുങ്ങിപ്പോയത് നിമിത്തം സൗഖ്യമില്ലാതെ തിരുവല്ല ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കാം. 3, ഗുജറാത്ത് ശരോൺ സഭാംഗമായ ആബിൽ കോച്ചി തൻ്റെ ഹൃദയവാൾവ് 100%, അതുപോലെ
2 മറ്റു വാൽവുകളും ബ്ലോക്കായി എന്ന് കണ്ടെത്തി. അത് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തി. ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ ഈ പിടിപെടുകയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, ഞങ്ങൾ ഈ പറയപ്പെട്ട വ്യക്തികൾക്കായി പ്രാർത്ഥിക്കും. ബീഹാറിൽ വളരെ കഷ്ടത്തിലായിരിക്കുന്ന ബുദ്ധിപ്പിക്കേണ്ട പാവപ്പെട്ട ദൈവഭക്തന്മാരെ, ആ കുടുംബങ്ങളെ ദൈവം സഹായിക്കണം. പൂർണ്ണമായി ദൈവം വിടുവിക്കണം. കർത്താവ് കരുവാറ്റിൽ പറയപ്പെട്ട കർത്താവദാസനെ പ്രാർത്ഥിതയും മത്ഭുതമായി വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കും. ഗുജറാത്ത് അവിടുത്തെ ശാരോത്സവാംഗമായ ഹാബിൽ കോശി വളരെ കഷ്ടത്തിലായിരിക്കുന്നു. ദൈവമേ, ദൈവം വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, മഹത്വം കൊടുത്തതിനായി നന്ദി, അത്ഭുതം കുറിച്ചതിനായി നന്ദി. യേശു രക്ഷകന്റെ അതിവച്ച നാമത്തിൽ ഏറ്റവും വലിയ ബഷീർ കേൾക്കണമേ, സ്വർഗീയ പരമ പിതാവേ, ആമേൻ. ഒരു നിമിഷം കൂടെ. കർത്താവേ, നല്ല പിതാവേ, ഞങ്ങൾ ഇന്നത്തെ തൂത് എല്ലാവർക്കും അനുകൂലമായി തീരട്ടെ. അനേക യേശുവിലേക്ക് നയിക്കപ്പെടുവാൻ ഈ തൂത് കാരണമാക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. അവരുടെ നാമം പ്രവർത്തനപ്പെടുത്തണം. യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇനി സമയം കർത്താവദാസന് നന്ദി രേഖപ്പെടുത്തുന്നു.